നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. നിങ്ങളൊരു സക്സസ്ഫുൾ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പിൽ ഇതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, അതിൻ്റേതായ ഒരു ബെനിഫിറ്റും ഒരു യൂസും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവായിട്ടും യൂസ്ഫുള്ളായിട്ടും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളും കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം നമ്മൾ ഇതിലൊരു 5 എലമെൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ അത് 5ഉം ഇമ്പോർട്ടൻ്റ് ആണ്. 5നും 5ൻ്റേതായ കറക്റ്റ് ഓരോന്നിൻ്റെയും വാല്യൂ ഉണ്ട്. സോ ഇതൊന്നും മിസ് ചെയ്യാണ്ട് തന്നെ കാണുക. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നും, അതായത് നാളെയും, ഇന്ന് നമ്മൾ ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൺഡേക്ക് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ P&L അക്കൗണ്ടിൽ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും ട്രേഡ് ചെയ്യാൻ നമുക്ക് ഒരു അസറ്റ്, ഒരു ഇൻസ്ട്രുമെൻ്റ് വേണം അല്ലേ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്കോ ഇൻഡെക്സോ ആയിക്കോട്ടെ, നിങ്ങൾ ഏതിൽ നിങ്ങൾക്ക് ഇതിൽ വർക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്ക് തന്നെ വയ്ക്കുക. നിങ്ങൾ എടുക്കുന്ന സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് എന്ന് പറയണത് പവർഫുൾ വാച്ച് ലിസ്റ്റ് ആയിരിക്കണം. ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള അല്ലെങ്കിൽ തീരെ ഒരു ഗ്രോത്തും ഇല്ലാത്തൊരു വാച്ച് ലിസ്റ്റാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ പോലും നിങ്ങൾക്ക് എന്താ പറ്റുക, ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ പറ്റില്ല. അപ്പോൾ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോക്ക്, അതായത് നമ്മുടെ സ്റ്റോക്ക് സ്ട്രോങ് ആണോ നോക്കണം. സ്ട്രോങ് സ്റ്റോക്ക് മീൻസ് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സ്. അപ്പോൾ അപ് ട്രെൻഡിൽ പോയിരിക്കുന്ന സ്റ്റോക്കിൽ നമ്മൾ പൈസ ഇട്ടാൽ ചിലപ്പോൾ അത് പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയിക്കും. അങ്ങനെയല്ല, നമ്മൾ കറക്റ്റ് ടെക്നിക്കലായിട്ട് പഠിച്ച് ഒരു സ്റ്റോക്ക് എടുക്കുക. നമുക്ക് ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കും നമുക്ക് വേണ്ട, കൺസോൾട്ടേഷനിൽ കിടക്കുന്ന സ്റ്റോക്കും വേണ്ട. വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ടും വീക്സിലായിട്ടും എന്താ പറയുക, കൺസോൾട്ടേഷനിൽ കിടക്കുന്ന സ്റ്റോക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ദിവസമായിരിക്കും കൺസോൾട്ടേഷനിൽ പോവുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് മാറ്റുക നമുക്ക് നോക്കണം. അപ്പോൾ കൺസോൾട്ടേഷനിൽ കിടക്കുന്ന സ്റ്റോക്സും അതുപോലെ തന്നെ ഇറങ്ങുന്ന സ്റ്റോക്കും നമുക്ക് വേണ്ട, ഡൗൺ ട്രെൻഡ് സ്റ്റോക്സും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട സ്റ്റോക്സ് എന്ന് പറയുന്നത് സപ്പോർട്ടിൻ്റെ നിയറിൽ വരുന്നത്, അതായത് കയറി പോകണം, അപ് ട്രെൻഡിൽ പോകണ സ്റ്റോക്സിന് അടക്കം ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് പൊട്ടി വീണു. ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എവിടെ എത്തുമ്പോൾ കറക്റ്റ് കിട്ടും, എവിടെ എത്തുമ്പോൾ പോകുന്നുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്ക് എടുക്കാനും പറ്റില്ല. ഇത് കണ്ടില്ലേ, കണ്ടിന്യൂസ് അപ് ട്രെൻഡാണ്. ഇത് പോയി നന്നായി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ശ്വാസം എടുത്ത് വിടുന്ന പോലെ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ടും പെടാതിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊരു വാച്ച് ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നല്ലൊരു എന്താ പറയുക, ഒരു സ്ട്രോങ് സ്റ്റോക്സിൽ വേണം. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ന്യൂസ് ബേസ് ആയിട്ട് നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു അല്ലെങ്കിൽ നെഗറ്റീവായി നിൽക്കുന്ന ഒരു സ്റ്റോക്സിലായിരിക്കരുത് നിങ്ങളുടെ എൻട്രി. അതുപോലെ തന്നെ ഗവൺമെൻറ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലത്തിൽ നിൽക്കുന്ന സ്റ്റോക്സ്, അല്ലെങ്കിൽ സെയിൽസ് എല്ലാം കുറഞ്ഞ് അല്ലെങ്കിൽ പൊട്ടിപ്പാൾസായി നിൽക്കുന്ന ഒരു സ്റ്റോക്സിലൊന്നും പോയി എൻട്രി എടുക്കരുത്. നമ്മളിപ്പോൾ വിചാരിക്കും ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ റിലയൻസ്, SBI, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇവരൊക്കെ വലിയ വലിയ ടീംസാണ്, അപ്പോൾ ഇവരുടെ ഷെയർസ് വാങ്ങി പ്രോഫിറ്റ് ആവും. ഒരിക്കലും നടക്കില്ല. ഇതൊക്കെ ഓരോ ടൈമിലാണ്. അപ്പോൾ എല്ലാ സ്റ്റോക്കിനും അതിൻ്റേതായ ടൈമുണ്ട്, ഇറങ്ങാനും കയറാനും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇതൊരു വലിയ പ്രോസസ്സാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടൈമുണ്ട്, കൃത്യമായിട്ട് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വാച്ച് ലിസ്റ്റ് കിട്ടും. ഈ വാച്ച് ലിസ്റ്റിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഒരു 10-20 സ്റ്റോക്സ് വരും. അത്രയൊക്കെ മതി. ഇൻട്രാഡേ അല്ലേ, ഒരു വീക്കിലേക്ക് അതൊക്കെ മതി, അല്ലെങ്കിൽ ഒരു മന്തിലേക്കൊക്കെ ധാരാളമാണ്. അപ്പോൾ ഇത്ര സ്റ്റോക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന്, ഒരു ബിഗിനർക്ക് എപ്പോഴും ഒരു സ്റ്റോക്ക് മതി പഠിക്കാനല്ലേ. അപ്പോൾ ഒരുപാട് ക്യാപിറ്റലും ഡിപ്ലോയ് ചെയ്തായിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത ശേഷം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താ ചെയ്യുക, ഒരു ബെസ്റ്റ് ആ 10-20 സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു 30 സ്റ്റോക്കിൽ നിന്ന് ബെസ്റ്റ് സ്റ്റോക്ക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രാഡേക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ. ഇതെല്ലാം നിങ്ങൾ ഇൻട്രാഡേക്ക് പോകുന്ന ദിവസം അല്ലെങ്കിൽ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ പറയുക 9 മണിക്ക് ഇത് ചെയ്യേണ്ട കാര്യങ്ങളല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തലേ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നോ നേരത്തെ എണിച്ചിട്ടാണെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുക തന്നെ വേണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് വീക്കാണോ, മാർക്കറ്റിൻ്റെ അവസ്ഥയോടെ നോക്കണം. ചില സമയത്ത് മാർക്കറ്റ് വീഴും, ചില സമയത്തല്ല മിക്ക സമയത്തും കൺവെർജൻസ് ആണ്, അതായത് മാർക്കറ്റ് വീഴുമ്പോൾ സ്റ്റോക്കും വീഴും. അപ്പോൾ ഇതിലൊന്നും പോയി നമ്മൾ പെടാതിരിക്കണം. മാർക്കറ്റ് വീഴുമ്പോൾ സ്റ്റോക്കും വീണ് കഴിഞ്ഞാൽ നമ്മൾ പെടും. അപ്പോൾ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം. മാർക്കറ്റ് കൺസോൾട്ടേഷനിലാണോ, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണോ അപ്പ് ട്രെൻഡ് ആണോ, അതൊക്കെ നോക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൃത്യമായിട്ടൊരു ട്രേഡ് വെച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ മാർക്കറ്റ് വീക്കായ സമയത്ത് നിങ്ങളൊരു ബ്രേക്ക്ഔട്ട് ട്രേഡൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇടിഞ്ഞുള്ളി താഴെ പോകും.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി പെടാതിരിക്കുക. കറക്റ്റായിട്ടുള്ളൊരു എന്താ പറയുക മാർക്കറ്റ് ബ്രെത്തിൽ വർക്ക് ചെയ്യുക. നന്നായി മാർക്കറ്റിനെ മനസ്സിലാക്കുക. മാർക്കറ്റ് ഇപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോഴത്തെ വീക്ക് മാർക്കറ്റാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇൻട്രാഡേ ബ്രേക്ക്ഔട്ടിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ബ്രേക്ക്ഔട്ട് നമ്മൾ പെട്ട് നമ്മുടെ മാർക്കറ്റിന് കയറാനുള്ളൊരു സോഴ്സ്, ഒരു ഫ്യൂവലൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ US ട്രേഡ് വാർക്ക് കറക്റ്റ് ആയാലാണ് ഇനിയിപ്പോൾ മാർക്കറ്റ് എന്തെങ്കിലും ഒരു സോഴ്സ് വേണം. ഈ സോഴ്സിലാണ് മാർക്കറ്റ് കയറി പോയിക്കുക. എന്തെങ്കിലും ഒരു എനർജി വേണം. ഇപ്പോൾ ഒരു എനർജി ഇല്ലാണ്ട് മാർക്കറ്റ് ആകെ ഡള്ളായി കിടക്കണം. അപ്പോൾ ഈ ടൈമിലൊക്കെ പോയിട്ട് നമ്മൾ എന്താ പറയുക ഇൻട്രാഡേയിലേക്ക് പോയിട്ട് ബ്രേക്ക്ഔട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ അതൊക്കെ ഹ്യൂജ് ലോസിൽ പോയി വീഴും. ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ കിടക്കുന്നതാണെങ്കിലും കയറിപ്പോന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ താഴെ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ അടുത്ത കാര്യം ഈ പറഞ്ഞ 2 കാര്യം, വാച്ച് ലിസ്റ്റ് പിന്നെ മാർക്കറ്റ് പിന്നെ സെക്ടറും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എടുക്കാൻ പോകണപ്പോൾ ഷുഗർ സ്റ്റോക്സ് ആയിരിക്കും. അപ്പോൾ ഷുഗർ സ്റ്റോക്സ് ട്രെൻഡിങ് ആണോ അല്ലേ നോക്കണം. പെയിൻറ്റിങ് ആയിരിക്കും. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എൻട്രി എക്സിറ്റ്. ഇതിൻ്റെ എല്ലാം ഏറ്റവും ടോപ്പിൽ ഒരു സംഭവമാണ് സ്റ്റോപ്പ് ലോസ്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായാലും മാത്രമാണ് നിങ്ങൾക്കൊരു എൻട്രി കിട്ടുള്ളൂ. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതും നിങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ അത് സ്റ്റോക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂജ് ലോസ് കിട്ടും. മറിച്ച് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങളിപ്പോൾ ഡിഫൈൻ ചെയ്യുക 1 രൂപയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ 2 രൂപയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. അതിൽ കിട്ടുന്ന എൻട്രിക്കേ നിങ്ങൾ പോവുള്ളൂ. കറക്റ്റായിട്ട് താഴെ സപ്പോർട്ടിന് നിയറിൽ വരുമ്പോൾ ഇതുവരെ റിജക്ഷൻ ക്യാൻഡിൽ വരുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് അവിടെ നിന്ന് എൻട്രി മതി എന്നുള്ള ഒരു ധൈര്യം വേണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റുക, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റോക്കിൽ എൻട്രി മിസ്സായാലും ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച സ്റ്റോക്ക് സ്ഥലത്ത് വന്നില്ല, പോട്ടെ, വിഷയമേ ഇല്ല. നിങ്ങൾക്ക് അവിടെ കൊണ്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലോസേ വരുന്നില്ല. പ്രോഫിറ്റ് പോയാലും കുഴപ്പമില്ല, ലോസിലാവാതിരിക്കുക. അതാണ് ഒരു ട്രേഡർക്ക് എപ്പോഴും വേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സോണിൽ നിന്നൊക്കെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ സ്റ്റോപ്പ് ലോസ് ആണ്, റെസിസ്റ്റൻസിൻ്റെ മേലേക്ക് പോയി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പോയിട്ടുള്ള എൻട്രിക്കൊന്നും നിൽക്കാതിരിക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ നേരത്തെ മുന്നേ ഒരു സ്റ്റോപ്പ് ലോസ് നിശ്ചയിക്കുക. എന്നിട്ട് ഇത്ര രൂപയെ നിങ്ങൾ ഇന്ന് ലോസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു SLൻ്റെ അതിൻ്റെ അടുത്തുള്ളൊരു എൻട്രിക്ക് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഈ ക്യാൻഡിലൊക്കെ എൻട്രി എടുത്താൽ നിങ്ങൾക്ക് ഇത്ര വരുന്നുള്ളൂ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ഈ ക്യാൻഡിലെ ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇത്ര ചെറിയ SLൽ വർക്ക് ചെയ്യുക, ചെറിയ ക്യാപിറ്റലിൽ വർക്ക് ചെയ്യുക പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് ഹ്യൂജ് ആയിട്ടുള്ള റാലി കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു അത്യാവശ്യം പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു 2-3 ക്യാൻഡിൽ നല്ലൊരു പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എൻട്രി വരുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആദ്യം ഡിഫൈൻ ചെയ്താൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എൻട്രി കിട്ടും. ഈ എൻട്രി കിട്ടിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു എക്സിറ്റും കിട്ടും. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അങ്ങനെ സ്റ്റോക്ക് ഒരു ദിവസം 100% റിട്ടേൺ ഒന്നും തരില്ല. അപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു പോയിന്റ് വയ്ക്കുക. നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1.2 റേഷ്യോയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് വർക്ക് ചെയ്യുക. ചെറിയ സ്റ്റോപ്പ് ലോസിന് ചെറിയ പ്രോഫിറ്റ് അത്ര മതി. ഇപ്പോൾ 2 രൂപ പ്രോഫിറ്റ് ലോസിന് 4 രൂപ പ്രോഫിറ്റ്, അതൊക്കെ മതി. ആ ഒരു റേഞ്ചിൽ വർക്ക് ചെയ്യുക. നമ്മൾ ക്വാണ്ടിറ്റി കൂടുന്നവരാണ് ഇതൊക്കെ എന്താ പറയുക പ്രോഫിറ്റും ലോസും കൂടുക. ഇൻട്രാഡേയിൽ നമുക്ക് ലിവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കയറി അങ്ങ് ബൈ ചെയ്താലും നമുക്ക് തന്നെയാണ് നഷ്ടം. കാരണം ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്കാണ് ഒരുപാട് ലോസ്. ലിവറേജ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കൂടും. ക്വാണ്ടിറ്റി കൂടിയ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റീനെയും ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ SL ഫിക്സ് ചെയ്യാൻ. അല്ലാണ്ട് 2 രൂപ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഈ 2 രൂപയിൽ നിങ്ങളിപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 രൂപയാണ് ലോസ് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേപ്പബിൾ ആണ്. നിങ്ങളിപ്പോൾ 2000 രൂപയിൽ 200 രൂപ ആണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിൽ 10% പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം എൻട്രിക്ക് പോവുക. പിന്നെ എക്സിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഗ്രീഡി ആവാണ്ട് കറക്റ്റ് ഒരു എക്സിറ്റിന് വേണ്ടി നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻട്രാഡേയിൽ കേൾക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷെ ഇതൊക്കെ വർക്ക് ചെയ്ത് വരാൻ ടൈം ആവും. കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിനെയും നോക്കാൻ പറ്റും, കറക്റ്റ് എൻട്രി എക്സിറ്റും കിട്ടും, സൂപ്പറായിട്ടുള്ളൊരു പ്രോഫിറ്റും കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെയാണ് സ്ലോലി നമ്മൾ പഠിച്ച് കയറേണ്ടത്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ടൈമുണ്ട്, പഠിക്കാൻ എല്ലാവർക്കും ടൈമുണ്ട്. പഠിച്ച് തന്നെ എന്താ പറയുക ട്രേഡിങ്ങിനെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനും അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് മൺഡേക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു എൻട്രാഡേ എന്താ പറയുക ഒരു സ്റ്റോക്ക് തന്നെ കിട്ടട്ടെ നിങ്ങൾക്ക്. ഇപ്പോൾ മാർക്കറ്റ് വീക്കാണ്. സോ മാർക്കറ്റ് വീക്ക് ആവുന്ന ടൈമിലാണ് എല്ലാവരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗോൾഡിനെ കുറിച്ചും ഗോൾഡ് ETF കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.